സത്യത്തിൽ എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ ടെറിട്ടറിയിലേക്ക് കടന്നു കയറി നിരപരാധികളായ ജനങ്ങളെ കൊല ചെയ്ത ഭീകരവാദികളെ അമർച്ച ചെയ്യുക, അവരെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുക. അത് ഇനി എവിടെയായാലും സായുധ സേനകൾക്ക് എന്ത് ചെയ്യാനും വേണ്ട ആ സ്വാതന്ത്ര്യം സർക്കാർ കൊടുക്കുകയും ചെയ്തു. ആദ്യം തന്നെ ബഹവൽപൂരിലുള്ള അവരുടെ ആസ്ഥാനങ്ങൾ തകർത്തതിന് ശേഷം അന്ന് നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്, നീ മര്യാദയ്ക്കിരുന്നാൽ നിനക്ക് കൊള്ളാം. നമ്മൾ അവിടെ നിർത്തിച്ചു. പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു, വിമാനങ്ങൾ അയച്ചു. അതെല്ലാം നമ്മുടെ സായുധ സേനകൾ പൂർണ്ണമായും തകർത്തു. പക്ഷേ തിരിച്ചവർക്ക് ലഭിച്ച മറുപടി ഭീകരമായി. പാകിസ്ഥാൻ കേന്ദ്രങ്ങളിൽ വരെ മിസൈലുകളും ബങ്കർ ബസ്റ്റർ ബോംബുകളും ചെന്ന് താണ്ഡവമാടുകയായിരുന്നു. അവരുടെ 19 വ്യോമത്താവളങ്ങളിൽ 11 വ്യോമത്താവളങ്ങളും ഒരു വിമാനം പോലും പറന്നു പൊങ്ങാനാവാത്ത വിധം റൺവേകളിൽ രൂപപ്പെട്ടത് വലിയ വലിയ ഗർത്തങ്ങളാണ്. അവൻ്റെ നട്ടലൊടിക്കുക എന്നുള്ള ആ ദൗത്യം നമ്മുടെ വ്യോമസേനയും നമ്മുടെ സായുധ സേനകളും നടത്തിക്കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ അടിമുടി വിറച്ചു പോയതും DGMOയെ വിളിച്ച് പ്ലീസ് ഒന്ന് സംസാരിക്കാം, വരാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ നിർത്തി. പക്ഷേ ഇനി ഒരു ഭീകരവാദി ആക്രമണം ഇനി ഇന്ത്യയിൽ ഉണ്ടായാൽ അത് യുദ്ധത്തിലേ അവസാനിക്കുകയുള്ളൂ. അത് സമ്പൂർണ്ണ യുദ്ധമായിരിക്കും. ആ കടുത്ത മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായ മിലിറ്ററി ഓപ്പറേഷൻസ് തൽക്കാലം നിർത്തിവെച്ചു. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ്.